അതെ, കഴിഞ്ഞ നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമ്മൾ അകം മാത്രം വൃത്തിയാക്കിയാൽ മതിയോ? നമുക്ക് പുറമേ ഒന്ന് വൃത്തിയാക്കണ്ടേ? അപ്പം ഇന്നൊരു നമ്മുടെ ഗാർഡൻ ക്ലീനിങ് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ആണല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾ ചെടിക്ക് വളമിടലും അതുപോലെ പ്രൂൺ ചെയ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗാർഡൻ സെറ്റായി. ഇത് എൻ്റെ ഒരു സൺഡേ മൺഡേ പ്ലാന്റ് ആണ്. മറ്റു പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ആദ്യം വൈറ്റ്, വയലറ്റ്, അങ്ങനെ 2 ടൈപ്പ് പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു ചെടിയില്ലേ, അതാണ്. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ഗ്രാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, പേൾ ഗ്രാസ്. അപ്പം അവിടെയൊക്കെ നിറച്ച് പുല്ല് കയറിയിട്ടുണ്ട്. അത് വെട്ടാനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എനിക്കില്ലേ ഇത് വളർത്താൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയുമാണ്. പിന്നെ നമ്മളിതേ കോവൽ പടർത്തി കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഞാനിങ്ങനെ വെക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് നമ്മുടെ ചെടികളിൽ കുറച്ച് പരിചരണം കൊടുക്കുന്നത് ആവശ്യകതയുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങളങ്ങ് പറഞ്ഞു പോവാം. ഇവിടെ ഒരു കോവൽ വള്ളിയാണ്. അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പടർത്തി കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പടർന്ന് ഇങ്ങനെ താഴത്തോട്ട് തൂങ്ങി നിൽക്കുവാണ്. അതിനെയൊക്കെ പിടിച്ച് നമുക്ക് മുകളിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ ഒരു സൺഡേ മൺഡേ പ്ലാന്റ് ഇല്ലേ, ഇത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതിലപ്പോൾ ഈ ഒരു സമയത്ത് പൂവൊന്നും ഉണ്ടാവുന്നില്ല. എനിക്കിത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ആക്കി എടുക്കണം എന്നാണ് ആഗ്രഹം. എത്രത്തോളം നടക്കുന്ന അറിയില്ല, എന്നാലും നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ലല്ലോ. പിന്നെ അത്യാവശ്യം വെയിലൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം അതങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല. ഇതുപോലെ ആയി വരാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ, കാണാനായിട്ട് ഇതിനൊരു നല്ല മണമാണ്. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ചധികം തന്നെ ശംഖുപുഷ്പം നിൽപ്പുണ്ട്. ഞാൻ കുറേ മുന്നേ നട്ടതാണ്. ഇതുപോലെ നമ്മുടെ ഗാർഡനിലും വീടിന് ചുറ്റുപാടൊക്കെ ആയിട്ട് നമ്മൾ നട്ട പല ചെടികളും ഈ ഒരു സമയത്ത് ഉണങ്ങിക്കരിഞ്ഞൊക്കെ നിൽപ്പുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് വിടാം കേട്ടോ. മുഴുവനായിട്ട് പിഴുത് കളയേണ്ടതാണെങ്കിൽ മുഴുവനായിട്ട് പിഴുത് കളയുക, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഞാനിവിടെ ഒരു മുല്ലവള്ളിയില്ലേ, അതാണ്. അത് ഇതുപോലെ നല്ലതുപോലെ ഞാനങ്ങ് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഇലകളൊക്കെ വന്ന് അത് അടിപൊളിയായി മാറും കേട്ടോ. നമ്മൾ ചെടികളൊക്കെ എത്രത്തോളം കട്ട് ചെയ്ത് ഈ ഒരു സമയത്ത് നിർത്താൻ പറ്റുമോ അത്രയും നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. എല്ലാം തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നോളും. ജസ്റ്റ് നിങ്ങളും ചെയ്ത് നോക്കും. അതാണ് ഈ പ്രൂണിംഗ് എന്ന് പറയുന്നത്. പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചെടികളും നല്ല പുത്തൻ ജീവനോടെ വരും. പിന്നെ ഇതുപോലെ കുറച്ച് ശംഖുപുഷ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കുറച്ചൊക്കെ ഞാനൊന്ന് പൊരിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ തൈകളുണ്ടായിരുന്നു അവിടെ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ അവിടെ പൊരിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രാസിൽ നിറച്ചും പുല്ലാണ്, അതായത് കളകൾ കുറേ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കളകളൊക്കെ മുഴുവനായിട്ടൊന്ന് പിഴുത് മാറ്റുക. ഈ ഒരു സമയത്ത് മഴയൊക്കെ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ പുഴുവായിട്ടും അല്ലെങ്കിൽ പാമ്പായിട്ടും ഒച്ചായിട്ടും എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാസൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. നല്ല അടിയായിട്ട് അങ്ങ് വെട്ടിയെടുക്കുക. വെട്ടിയെടുത്താൽ തന്നെ അത് അടുത്ത മഴയൊക്കെ കഴിയുമ്പോൾ നല്ലതുപോലെ വന്നോളും. അപ്പം ഞാൻ മാക്സിമം കട്ട് ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ കളകളൊക്കെ പൊരിച്ച് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് നോക്കണം കേട്ടോ. നമ്മുടെ കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പിന്നെ നമ്മൾ കൈ വെച്ച് അധികം ജോലികൾ, അതായത് ഈ പുല്ലിലൊന്നും അങ്ങനെ പെട്ടെന്ന് പിടിച്ച് പറിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തേലും ആദ്യം ഒരു കമ്പൊക്കെ വെച്ചിട്ടൊന്ന് അനക്കി ഒന്ന് വിടുക. അവിടെയൊക്കെ പറയാൻ പറ്റില്ല, ഈ ഒരു കാലം അങ്ങനെയാണല്ലോ, പാമ്പുകളുടെ കാലമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങുക. ആപത്തുകൾ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനിതിങ്ങനെ നോട്ടം ഇട്ടതാണ്. കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ കളിക്കുന്ന സ്ഥലമൊക്കെയാണ്. അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്ത് സെറ്റാക്കി നിർത്തുക. അപ്പം ഞാൻ ഈ പുല്ല് വെട്ടുക എന്നുള്ളത് നല്ല പണിയാണ്. നമ്മൾ അത് നടന്ന സമയത്ത് ഇത്രയും പണിയുള്ള കാര്യമൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഗ്രാസൊക്കെ നടന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് എനിക്കിത് ഇത്തിരി തന്നെ ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പേൾ ഗ്രാസിൽ തന്നെ വളരെ വെറൈറ്റീസ് കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ബഫലോ ഗ്രാസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരുകളുണ്ട്. അപ്പം നിങ്ങൾ ഈ പേൾ ഗ്രാസൊക്കെ നടുവാണെങ്കിൽ മാക്സിമം നല്ലതുപോലെ ഒന്ന് ചിന്തിച്ചിട്ട് നടുക. അതിൽ തന്നെ നല്ല വെറൈറ്റി നോക്കിയിട്ട് നടുക കേട്ടോ. മെയിനായിട്ടുള്ള കാര്യം അതാണ്. ഇതുപോലെ പടർന്ന് കയറാതെ ഈ പോച്ച പോലെ അങ്ങോട്ട് പൊന്തി വരാത്ത ടൈപ്പ് പേൾ ഗ്രാസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പം ഞാൻ ഇതേ ഗ്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ തള്ളി നിൽപ്പുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് മുഴുവൻ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്രാസ് നടുന്നത് തൊട്ട് നിലം ഒരുക്കുന്നത് തൊട്ട് എല്ലാ വീഡിയോയും ഞാൻ ഈ ഒരു ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് ഞാനിതേ ഇവിടെ ഒരു ഐക്കാട്ടിലെങ്ങാണ്ട് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. നമുക്കൊരു ഗ്രാസ് എവിടെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമ്മുടെ വീട്ടിലൊരു ചെറിയ സ്ഥലമെങ്കിലും ഇതുപോലെ ഒരു ഗ്രീനറി ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തന്നെ ഒരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് തന്നെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഞാനത് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത്
ഇവിടെ ഏകദേശം ഞാനെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു സൈഡിലുള്ള കുറച്ച് ചെടിച്ചട്ടികളില്ലേ അതൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ നടേണ്ടതാണ്. ഇത് ഇന്നലെ ഒരു ചെടിച്ചട്ടി പൊട്ടിപ്പോയതാണ് കേട്ടോ. അതാണ് മെയിൻ ഞാൻ തുടങ്ങിയത്, എന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. തുടങ്ങാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, ചെയ്ത് തീർക്കുന്നത് വളരെ സിമ്പിളാണ്. ഇനി ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, ഒന്നിച്ച് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു മണിമുല്ല മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആയുധങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. കട്ട് ചെയ്യുക എന്നുള്ളത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഞാൻ. ഇതിൽ സൈഡിൽ കുറച്ച് മാത്രം വെച്ചിട്ട്, ഇതും ഒരു 1-2 മണിക്കൂറല്ല അതിൽ കൂടുതൽ സമയമെടുത്ത് ചെയ്ത കാര്യമായിരുന്നേ. അതുകൊണ്ടാണ് ഞാനത് വേറൊരു ദിവസം വെച്ചേക്കണത്. ഇതുപോലെ ഇനിയും പെൻഡിങ് വർക്കുകളുണ്ട്, അതും ഞാൻ ഓരോ ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ മഴയില്ലാത്ത ദിവസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. നമുക്ക് മഴയുണ്ടെങ്കിൽ ആ മഴയത്ത് ഇറങ്ങി ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇച്ചിരി കൂടി ഒരു വിഷമല്ലേ. അപ്പം ഞാൻ ചെയ്ത 2 ദിവസം ഭാഗ്യത്തിന് വെയിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഇതുപോലെ പടർന്ന് കിടക്കുന്ന എന്തെങ്കിലും ചെടികൾ, ഇപ്പം കാറ്റ്സ് ക്ലോവോ അങ്ങനെ എന്തെങ്കിലും ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു സമയത്ത് നല്ലതുപോലെ അങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഈ ഒരു മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു പൂക്കാനുള്ളൊരു ടൈം ആവില്ലേ, ആ ഒരു സമയത്തേക്ക് അങ്ങ് സെറ്റ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഞാനിതേ നല്ല സ്പീഡായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നതെങ്കിലും ഞാൻ നല്ലതുപോലെ സമയം എടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും കാണുമെന്ന് എനിക്കറിയാം. അപ്പം മണിമുല്ലയുടെ കമ്പുണ്ടോ, ഇതെങ്ങനെയാണ് എവിടെയാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പല വീഡിയോസിൻ്റെ ഇടയിലും പാമ്പ് കടിച്ച് ചാവും, വേഗം ഇത് വെട്ടിക്കളഞ്ഞോ, നിങ്ങൾ പണി മേടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഇതുവരെ അതിൽ പാമ്പ് വന്നിട്ടില്ല കേട്ടോ. ഇതിൽ നിറച്ച് കിളിക്കൂടാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിത് വെട്ടിക്കളയാൻ കുറച്ചൊരു വിഷമമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാമ്പ് വരുമെന്ന് എല്ലാവരും പറഞ്ഞത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂട്ടോ ഇതിൽ എത്ര തരം കിളിക്കൂടുകളുണ്ടെന്ന്. നമ്പർ 1 കിളിക്കൂട് ഒരെണ്ണം, ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട് ഈ ഏരിയ മുഴുവനായിട്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊരെണ്ണം, ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ഇതേ ഇവിടെ ഉണ്ട് ഒരെണ്ണം. അത് നമ്പർ 2 ദേ ഇവിടെ. അങ്ങനെ 2 കിളിക്കൂടുണ്ട്, 2 എണ്ണം. എൻ്റെ മെയിൻ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇതേ ഇവിടെ കാണുന്നുണ്ടാവും. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കുറേ പക്കടപ്പുണ്ട്. നിറച്ചു ഇഷ്ടംപോലെ ഉണ്ട്, ഇങ്ങനെ മുകളിൽ വരെ ഉണ്ട്. മെയിനായിട്ടുള്ളൊന്നും ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുക മുകളിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട്. നമ്മളെ വിശ്വസിച്ച് ഇത്ര ആൾക്കാർ നമ്മുടെ വീട്ടിൽ കൂട് കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അധികം അങ്ങ് ഇതൊന്നും കട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത്രയും ഇലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി കളയുവാണ്. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കത്തിച്ച് കളയും കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് അത് പടർന്ന് കയറി അങ്ങനെ പണിയാവുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ. എന്തായാലും നല്ലൊരു വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിതൊക്കെ കത്തിച്ച് കളയും. മാത്രമല്ല ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കമ്പ് വരെ കുത്തിയിട്ട് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അതങ്ങനെ പിടിച്ച് കയറി പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇതേ കൊണ്ടുപോയി പുറത്തോട്ട് കളയുന്നുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ കുട്ടികളും പതുക്കെ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ പ്രൂൺ ചെയ്യുന്നത് കൂടാതെ കണ്ട് തന്നെ കുറച്ച് മരങ്ങളൊക്കെ കട്ട് ചെയ്യുമല്ലോ, പ്ലാവോ മാവോ അല്ലെങ്കിൽ കറിവേപ്പിലയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളയല്ലോ. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലടിയിൽ കുറച്ച് എന്തായാലും വളം ഇട്ട് കൊടുക്കും. അത് നമ്മൾ ഈ ഒരു സമയത്ത് എന്തായാലും ചെയ്യുന്ന കാര്യമാണ്. കൂടാതെ നമ്മൾ ഈ ഇതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് ഉണങ്ങി പോകുമെന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നല്ലതാണ് കേട്ടോ. നമ്മുടെ സാഫ്, അതും വളം വാങ്ങിക്കുന്ന കടയിലും കിട്ടും, ഓൺലൈനിൽ മീഷോയിലാണ് കേട്ടോ കിട്ടുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ ഏതാണോ കട്ട് ചെയ്ത മരം അവിടെ ഇച്ചിരി ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇത് ഉണങ്ങി പോകത്തില്ല, കരിഞ്ഞു പോകത്തില്ല, ഇനി വെള്ളം വീണ് ചീത്തയായി പോകത്തില്ല, അങ്ങനെ ഒന്നും പറ്റത്തില്ല. നമ്മുടെ വീടുകളിലെ മറ്റുള്ള ചെടികൾക്കും കൂടെ ഉപയോഗിക്കാം. വേര് മുറിച്ച് കട്ട് ചെയ്ത് നടുവാണെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വളം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. മണിമുല്ലക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ഈ ഒരു സാധനത്തിന് ഇച്ചിരി വളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിന് ചെറിയ തളിരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു ബോൾ ആകൃതിയിൽ ആക്കിയെടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ കൊടുത്തേക്കുന്ന വളം നമ്മുടെ ഈ വളം മേടിക്കുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജൈവ കുട്ടികൾ അവർ തരും. ഇത് കുറേ ജൈവവളങ്ങളുടെ ഒരു മിക്സ്ചറാണ്. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക്, ആട്ടുംകാട്ടം, ചാണകപ്പൊടി, പിന്നെ നമ്മുടെ കടലപ്പിണ്ണാക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു വളത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ മിക്ക എല്ലാ ചെടികൾക്കും തന്നെ. അപ്പം നമ്മുടെ മണിമുല്ലയാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലായിട്ടുള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ മുകളിലോട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന് കുറച്ച് ഹൈറ്റിൽ കയറിയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതവിടെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ എല്ലാ ദിവസം ചെയ്യാമെന്ന് ശരിക്കും പറഞ്ഞാൽ ആ സിറ്റൗട്ടിലും റൂമിലൊക്കെ ഒരു
വെട്ടം വന്നതുപോലെ കേട്ടോ, അങ്ങനെ കാടായിരുന്നു ഈ ഒരു സാധനം. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുമരിനോട് ചേർന്നിട്ടൊക്കെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടാവില്ലേ, അതിൽ ഒത്തിരി മുളച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലാവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓവർ വളർച്ചയുള്ള പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത്. പിന്നെ ഇതുപോലത്തെ അടുത്തടുത്തായിട്ട് വെച്ചിരുന്ന ചെടിച്ചട്ടികളും പിന്നെ ചുവരിനോട് ചേർന്ന് വെച്ചേക്കുന്ന ചെടിച്ചട്ടികളും പിന്നെ മഴ നനഞ്ഞാൽ ചീത്തയായി പോകുന്ന ചെടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റി മഴയൊക്കെ നനയാത്തടുത്തൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഒരു മഴക്കാലം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളൊന്നും നശിച്ചു പോവാതെ നമുക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.